എന്തിനായാലും അഭിസാരികൾക്ക് വേണ്ടി പടി തുറക്കില്ല ഈ ഇല്ലം. കുറച്ചുകൂടെ സംസ്കാരത്തോടെ സംസാരിക്കണം. എന്നെ ആരും സംസ്കാരവും സംസാരവും പഠിപ്പിക്കണ്ട. ഇവളുടെ കൂട്ടല്ലേ നിങ്ങളുടെ മോളും. അപ്പൊ ഞാൻ ഉപയോഗിച്ച ഭാഷ എന്നെയാ ചേരുക. ഈ ഭാഷയൊന്നും ഞങ്ങൾക്കല്ലേ ചേരുന്നത്. വേണ്ടച്ചാ, ഒന്നും പറയണ്ട മോളെ. പറയണ്ട, നമുക്ക് പോവാം. പോയിട്ട് വരാം മോളെ. പോയിട്ട് വരും നിന്റെ കൃഷ്ണേച്ചി. മറുപടിക്ക് വാക്കുകളില്ലാത്തോണ്ടല്ല ഒന്നും പറയാതെ തിരിച്ചു പോകുന്നത്. നല്ല കുടുംബത്തിൽ പിറന്ന എന്റെ അന്തസ്സുള്ളതുകൊണ്ടാ. കൊല്ലടകള്.
നിങ്ങൾ സദാസമയം ഈ പഞ്ചാംഗവും ജാതകവും നോക്കി ഇവിടെ ഇരുന്നു. മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ട അവളുടെ കാര്യം തീരുമാനിക്കുന്നത് അവളാ, ഞാനല്ല. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ സങ്കടം കാണുന്നത് ഞാനല്ലേ? നീയല്ല. ഓരോ സങ്കടങ്ങളും തിരിച്ചറിയുന്നത് ഞാനാ. എന്നിട്ട് അവള് പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്നൊന്ന് അന്വേഷിച്ചോ? ഇറങ്ങി പോകുമ്പോ ഒന്ന് ചോദിക്കായിരുന്നില്ലേ? എന്തിനു ചോദിക്കണം ചന്ദ്രികെ? അവള് പോയത് രഘുപതി രാമന്റെ പെണ്ണിനെ കാണാനല്ലേ, കണ്ട് കല്യാണം മുടക്കാൻ. അപ്പൊ അറിയാമായിരുന്നു അല്ലേ? എന്നിട്ടാണോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അവളെ ഒറ്റയ്ക്ക് വിട്ടത്? ഒറ്റയ്ക്ക് പോകേണ്ടടുത്ത് കൂട്ടം കൂടി പോകരുത്. ഏത് ബന്ധങ്ങളും മുടക്കാൻ അവൾ ഒറ്റയ്ക്ക് മതി ചന്ദ്രികെ. 8 ചന്ദ്രൻ നിൽക്കുമ്പോഴാ വിഷ്ണുവിന്റെ ജനനം. തെളിനീരും കലക്കും, കലഹം കൊണ്ട് കാര്യം നേടും. നീചസ്ഥിതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആർക്കും പരിഹാരം കാണാൻ കഴിയാത്ത കർമ്മങ്ങൾ ചെയ്യിക്കും അവളെ കൊണ്ട്. എനിക്കിതൊന്നും ഇപ്പൊ വിശ്വാസമില്ലാതായിരിക്കാം. ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നുമില്ല. രഘുരാമൻ മോളെ കെട്ടണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷേ അവിടുത്തെ സ്വത്തുക്കളൊന്നും നമ്മുടെ കൈവിട്ടു പോവരുത്. കണക്ക് കൂട്ടുന്നതിനൊക്കെ കാലതാമസം വന്നാലും നടക്കും ചന്ദ്രികെ. വടക്കിരുന്ന കാക്ക വടക്കോട്ട് നോക്കി ശബ്ദിക്കുമ്പോഴാ വിഷ്ണു പുറപ്പെട്ടത്. ഫലം കലഹമാണ്, തീർത്താൽ തീരാത്ത കലഹം. അതെ തുളസി, കലഹമുണ്ടാക്കാൻ വിഷ്ണുപ്രിയെ കഴിഞ്ഞേ മറ്റൊരു പെണ്ണുള്ളൂ. കുഴിയാനെ പോലെയാണവൾ. ചെല്ലുന്നിടമൊക്കെ കുഴിച്ചിരിക്കും. ഇതും അതുപോലെ തന്നെയാ. കൃഷ്ണവേണിയുടെ മനസ്സ് അവൾ ഇന്ന് തുരന്നകത്ത് കയറും. അവളുടെ വീട്ടിലേക്ക് പോയിരിക്കാണോ? പിന്നല്ലാതെ. ചെന്ന് പറയാനുള്ള കള്ളത്തരമൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. നേരിട്ടല്ല, ഇത്തിരി വളഞ്ഞ വഴിയിൽ. വളഞ്ഞ വഴി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ശേഖരനോട് പറഞ്ഞു കാണും, അല്ലെങ്കിൽ രാജേന്ദ്രനോട്. ആ ശരിയാ, ആ 2 റൂട്ടേ ഉള്ളൂ എനിക്ക്. രാജേന്ദ്രനെ കൊണ്ടാണ് പറയിച്ചത്. പക്ഷേ അതാണ് എൻ്റെ ശരിക്കുള്ള പ്രശ്നം. എന്താ? എടോ, കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണിയാ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളെ ഒരു ഉപകരണമാക്കാൻ ഒരു പരിധി വിട്ട് കൂട്ടുനിൽക്കില്ല അച്ഛനും ആങ്ങളെയും. ഞാനൊന്ന് കയറി മുട്ടിയാലോ? പിന്നെ കാര്യങ്ങളൊക്കെ എന്റെ റൂട്ടിലേക്ക് അങ്ങ് പോവില്ലേ? ഐഡിയ ഒക്കെ കൊള്ളാം. തന്നെ ഒരു മീഡിയേറ്ററാക്കി എനിക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ പെണ്ണ് കേസിൽ താൻ ആള് ശരിയല്ല. അവളെ കണ്ടപ്പോൾ മുതൽ ഒരിളക്കം തുടങ്ങിയത് എനിക്ക്. ഏയ്, ഞാൻ ചുമ്മാ കണ്ടോണ്ടിരിക്കുന്നല്ലാതെ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. തൽക്കാലം വിഷ്ണുപ്രിയ എന്ന് പറയുന്ന കല്ല് വെച്ച നുണകളിൽ കൃഷ്ണവേണിയുടെ മനസ്സ് ഇടറുവോന്നറിയട്ടെ. അങ്ങനെ വന്നാ പിന്നെ എന്റെ കൈപ്പിടിയിലേക്ക് വരും കാര്യങ്ങള്. പിന്നെ രഘുപതിയെ കൊന്നാലും സമ്മതിക്കില്ലായിരുന്നു. രഘുപതിയെ കൊന്നാലും സമ്മതിക്കില്ലായിരുന്നു. അവനും ഞാൻ കെട്ടിയിട്ട് മതി കല്യാണമെന്ന് ഒരേ ഒരു വാശി. ഞാൻ സമ്മതിച്ചില്ല. എന്തൊക്കെയായി പറയണേ? എന്താ ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു എന്റെ അനിയത്തിക്കുട്ടിയെ കെട്ടിച്ചു വിട്ടിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. ഓ അങ്ങനെ. ഒന്ന് പോ സച്ചേട്ടാ. ഇവിടെ വന്നിരുന്ന് എനിക്ക് കല്യാണാലോചിക്കില്ല പണി. ആഹാരം എടുത്തു വെച്ചിട്ട് എത്ര നേരമായെന്നറിയോ? ഏട്ടത് ദേഷ്യപ്പെട്ടു തുടങ്ങി. ഒന്ന് വേഗം വാ. ഞാൻ വന്നോളാം, മോള് ചെല്ല്. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഏട്ടത്തിന്ന് വടിയെടുക്കും. കൊച്ചാണെങ്കിൽ കാന്താരി അവളല്ലേ? അത്ര കൊച്ചൊന്നും അല്ല തുളസി. ഒരു ചെറിയ മേളത്തിനൊക്കെ ഇവള് മതി. എന്തായാലും തക്ക സമയത്ത് നാവിൽ നല്ല വാക്ക് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പെട്ടുപോയനെ. അങ്ങനൊന്നും പെടില്ല തുളസി. ഞാൻ ഈ തറവാട് കുളം കോരാനുള്ള യോഗം എനിക്കാ. അതിന്റെ തുടക്കമായിട്ടാ ഇന്ന് കൃഷ്ണവേണിയുടെ വീട്ടിലേക്കുള്ള വിഷ്ണുവിന്റെ പോക്ക്. ഇനി എന്ത് ചെയ്യൂ അച്ഛാ? എങ്ങനെയാ ലച്ചുവിനെ അവിടെ നിന്ന് രക്ഷിക്കുക? അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. മോള് പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു തരം മനുഷ്യരവിടെ. ആ അഭനാ ഭയങ്കരൻ. അയാളെ പണ്ട് മുതൽക്കേ പേടിയായിരുന്നു ലച്ചുവിന്. ഇനിയിപ്പോ അച്ഛനും അമ്മയും ഇല്ലാത്തോണ്ട് അയാളായിരിക്കും ഭരണം. അയാളായിരിക്കും എന്നല്ല, അയാൾ തന്നെ. അത് ആ ഭാവവും സംസാരവും കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. മരണവീടായതുകൊണ്ടാ. ഇല്ലെങ്കിൽ നിന്നോട് പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോരൂ. അത്രയ്ക്ക് ദേഷ്യം വന്നാ എനിക്ക്. എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ലച്ചുവിനെ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതിയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛനും അമ്മയും മരിച്ചത് ലച്ചു കാരണമല്ലേ. ആ ദേഷ്യം അവളോട് കാണിക്കാതിരിക്കില്ല.
ആരുടെ മോളെ ഒരു കാറ്? മോളേതാ മനസ്സിലായില്ലല്ലോ. എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. കൃഷ്ണവേണിയല്ലേ? ആ. ഞാൻ ഒരത്യാവശ്യം പറയാൻ വന്നതാ. പറയാനല്ല, അപേക്ഷിക്കാൻ. കുട്ടി ഏതാ? എവിടെന്നാ? ഞാൻ വിഷ്ണുപ്രിയ. അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. രഘുവേട്ടന്റെ മോറപ്പെണ്ണ ഞാൻ. രഘുവേട്ടൻ എന്ന് പറയുന്നത് രഘുപതിയാണോ? അതെ, കൃഷ്ണവേണി കല്യാണം ആലോചിച്ച രഘുപതി. എന്താ ഇപ്പൊ ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞില്ലേ, അപേക്ഷിക്കാൻ വന്നതാ ഞാൻ. എന്താ? എന്റെ രഘുവേട്ടൻ എനിക്ക് വിട്ടു തരണം. നിന്റെ രഘുവേട്ടനോ? എന്താന്ന് വെച്ചാ തെളിച്ചു പറ. കുഞ്ഞുനാള് മുതല് ഒരുമിച്ച് ജീവിച്ചതാ ഞങ്ങള്. എനിക്ക് മറക്കാൻ കഴിയില്ല രഘുവേട്ടന്. ഒരുമിച്ച് നടന്നൂന്ന് വെച്ച് മറക്കാൻ പറ്റാത്തവണ്ണം എന്താ? ഒരുമിച്ച് നടന്നെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുമിച്ച് ജീവിച്ചെന്നാ. വിവാഹം കഴിക്കുന്നത് എന്നെ മാത്രമായിരിക്കുമെന്ന് 1000 തവണ വാക്ക് തന്നിട്ടാ ഞാൻ എല്ലാത്തിനും തയ്യാറായത്. വാട്ട് യു മീൻ? എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ആഗ്രഹങ്ങളൊക്കെ തീർന്നപ്പോ രഘുവേട്ടൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നേരാണോ നീ പറയുന്നതൊക്കെ? സത്യം, എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയാണ് സത്യം. നീ എന്താ പറഞ്ഞത്? ഇനി എന്തിനാ അതായിട്ട് മറച്ചു വെക്കുന്നത്? പ്രഗ്നന്റ് ആണ് ഞാൻ. ദയവേത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് വിട്ടു തരണം. വേണമെങ്കിൽ കാല് പിടിക്കാൻ ഞാൻ. രക്ഷിക്കണം. അച്ഛന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ല. അതുകൊണ്ട് അതൊന്നും പറയണ്ട. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. പേടിക്കണ്ട. കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. താങ്ക്സ്. ആ, എന്താ പേര് പറഞ്ഞേ? വിഷ്ണുപ്രിയ. ആ, വിഷ്ണുപ്രിയ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. അതുപോലെ പെട്ടെന്ന് ആ കരച്ചിലങ്ങ് പോവുകയും ചെയ്തു. ആ, സൂക്ഷിച്ച്. ധൃതി വച്ചൊന്ന് സ്റ്റെപ്പ് ഇറങ്ങല്ലേ. വയറ്റില് ഒരു കുഞ്ഞുള്ളതാ. എന്നാലും അച്യുതൻ സാറ് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ. സത്യമാണോന്ന് അറിയാതെ. സത്യമാണോന്ന് ഞാൻ അയാളെ കൊണ്ട് തന്നെ പറയിക്കാം. പെട്ടെന്ന് തുറക്കടോ. എന്താ സർ? സകലതും പൊളിഞ്ഞിട ചെല്ലപ്പാ, സകലതും. പൊളിഞ്ഞതല്ല വർമാജി, പൊളിച്ചതാ. ആ പെണ്ണ് മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതാ. എന്താ അച്യുത?
എന്താ സംഭവിച്ചത്? ആ പെണ്ണില്ലേ നിങ്ങളുടെ സ്വന്തക്കാരി? ഹ, ആ ശേഖരന്റെ മോളെ അവള് കൃഷ്ണവേണിയുടെ വീട്ടിൽ പോയി ഈ കല്യാണം മുടക്കി വർമാജി. ആര്? വിഷ്ണുവോ? വിഷ്ണു ആയാലും ശിവനായാലും അവള് പണി പറ്റിച്ചു. ചില്ലറ കാര്യമൊന്നും അല്ല രഘുപതി നിന്നെ കുറിച്ച് പറഞ്ഞത്. നീ കാരണം അവള് ഗർഭിണിയാണെന്ന് ഉള്ളതാണവിടെ. തല്ലും പഴക്കമൊന്നും അല്ലാതെ പെണ്ണുങ്ങളുടെ പിറകെ പോകുന്നുണ്ടോ താൻ? സാറെന്ത് വൃത്തിയേടായി പറയുന്നത്? വൃത്തിയോട് പറഞ്ഞത് ഞാനല്ല, ആ പെണ്ണ. മാസ്റ്റർ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തെങ്കിലും പറഞ്ഞതൊന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്റെ മാനം പോവും വർമാജി. സത്യം പറ, വല്ല വാസ്തു ഉണ്ടോ അതില്? ഇല്ല. അതിവൻ പറയട്ടെ. അവൻ പറയണ്ട. അത്തരം ചീത്ത സ്വഭാവങ്ങളൊന്നും രഘുപതിക്കില്ല. എന്നാൽ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുക. ഇടയിൽ നിൽക്കുന്ന പരിപാടിയൊക്കെ ഞാനങ്ങ് നിർത്തി. തീരുമാനിക്കാം. രഘുപതി, നീയൊന്ന് കൃഷ്ണവേണിയുടെ വീട്ടിലേക്ക് വിളിക്കാം. ഞാനൊന്ന് ശേഖരമാമ്മയെ കണ്ടിട്ട് വരാം. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോവണ്ടേ? പറഞ്ഞു വിട്ടതാണോ അതോ പെണ്ണിന്റെ തന്നിഷ്ടമാണോന്ന് അറിയണ്ടേ? അറിയണം. എന്ന് വെച്ച് ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ആ, സച്ചു, നീ കൂടെ ചെല്ല്. എനിക്കൊരു ധൈര്യം പോരാ. ഈ പെങ്കൊച്ചിത് എന്ത് ദ്രോഹ ചെയ്ത്? നല്ല തല്ല് കിട്ടാത്തന്റെ കുഴപ്പാ അഹങ്കാരി. ഹലോ. ആ വേണിയല്ലേ? അതെ. ആ, ഇത് ഞാനാണ്, രഘുപതി. എനിക്കൊന്ന് സംസാരിക്കണം വേണിയോട്. സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചിട്ട് പോയി ഒരു വിഷ്ണുപ്രിയ. എനിക്കറിയാം. കേട്ടതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ വേണി? എന്തോ എനിക്കറിയില്ല വിശ്വസിക്കണമെന്നും. എന്താ തീരുമാനിക്കേണ്ടെന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ല. എന്തും തീരുമാനിക്കാൻ തനിക്ക്. ഞാൻ അവിടെ വന്നതിന് ശേഷം മാത്രം. രഘുപതിയാ വിളിച്ചതല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിന്? ഇവിടെ ആർക്കും കാണണ്ടവനെന്ന് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്? അങ്ങനെ പറയാൻ പാടില്ലച്ച. ചിലപ്പോ കേട്ടതൊക്കെ നുണയാണെങ്കിലോ? ആവില്ല. ആ കുട്ടി കരഞ്ഞല്ലേ പറഞ്ഞത്? മനസ്സ് നേറി ഉണ്ടാവുന്നതാവണം കണ്ണീര്. കരയുന്ന മുതലകളുടെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ അച്ഛൻ? അങ്ങനെ തോന്നി എനിക്ക് അവളോട് സംസാരിച്ചപ്പോ. എന്തായാലും രഘുവേട്ടൻ വരട്ടെ അച്ഛാ. ചിലപ്പോ നമ്മൾ അറിഞ്ഞതൊന്നായിരിക്കില്ല സത്യം. സത്യം എന്തായാലും നീ എന്തിനാ കൃഷ്ണവേണിയെ കാണാൻ പോയത്? അതിന്റെ ആവശ്യം എന്താ? എനിക്ക് രഘുവേട്ടനെ വേണം. എന്താ വല്ലേട്ടൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരാവോ? നീ എന്താ മോളെ ഇങ്ങനെ പറഞ്ഞതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവന് നിന്നെ വേണ്ടെങ്കിൽ പിടിച്ചു കെട്ടിക്കാൻ പറ്റുമോ എനിക്ക്? അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. യോഗ്യത പറഞ്ഞ് ഞെളികൊന്നും വേണ്ട സച്ചിദാനന്ദ. ഏതോ ഒരു സ്കൂൾ മാഷിന്റെ മോളേക്കാൾ യോഗ്യത എന്തായാലും ഞങ്ങൾക്കുണ്ട്. കഴിവിന്റെ കാര്യത്തിലും കാശിന്റെ കാര്യത്തിലും. കാശിന്റെ കണക്ക് പറഞ്ഞ് യോഗ്യത അളക്കുന്നവരല്ല ഞങ്ങള്. അന്തസ്സുള്ള പെണ്ണാവള്. എന്റെ രഘുപതിക്ക് അത് മതി. ആദിത്യൻ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ മോൾക്ക് അന്തസ്സില്ലെന്നല്ലേ? അല്ല, കൊച്ചു കുട്ടിയാ ഇവള്. ഇവളെ അന്തസ്സായിട്ട് വളർത്തേണ്ട നിങ്ങളാ. അപ്പൊ ഞങ്ങളാണ് അന്തസ്സില്ലാത്തവര് അല്ലേ? സംശയം എന്താ? മക്കളെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കാത്ത അന്തസ്സുകേട് തന്നെയാ. വല്ലേട്ടനൊരു കാര്യം ചെയ്യേ.
ഒരു സ്കൂള് തുടങ്ങിയിട്ട് അന്തസ് പഠിപ്പിച്ച് കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് എഴുതി വെക്ക്. ഞാൻ കല്ലുപെൻസിലും സ്ലേറ്റോട് വന്നിരിക്കുക അവിടെ. നിർത്തടി. നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് സ്കൂളും തുടങ്ങണ്ട. പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിർത്താൻ പിരിച്ചു കെട്ടിയ ഒരു ചൂരൽ മതി. ചൂരലും കൊണ്ട് വന്ന കൈയും കെട്ടി നിന്ന് തരാൻ എന്റെ ഗോഡ് ഫാദർ ഒന്നും അല്ലല്ലോ വല്യേട്ടൻ. അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. നിന്റെ തലവട്ടപ്പനാവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വലിയേട്ടനെ കിട്ടില്ല. അത്രയ്ക്ക് മാനം കെട്ട ആളല്ല എന്റെ വലിയേട്ടൻ. എന്റെ വല്യേട്ടനോ? മുല്ലക്കിലെ ആദിത്യവർമ്മ എങ്ങനെയാ തെരുവിൽ കിടക്കുന്ന സച്ചിദാനന്ദന്റെ വല്യേട്ടനായത്? തന്തയും തള്ളയും ചത്ത് ഇയാൾ എങ്ങനെയാ വല്യേട്ട? അധിക പ്രസംഗി. എന്താടി നീ പറഞ്ഞത്? എന്റെ അനിയനാടി അവൻ. ഇവൻ വലിയേട്ടാന്ന് വിളിക്കുമ്പോ അഭിമാനം എനിക്ക്. എന്തിനാ എന്റെ മോളെ നീ തല്ലിയത്? നുള്ളി നോവിച്ചിട്ടില്ല ഞങ്ങള്, അതറിയാവോ? ആ, അതിന്റെ ഒരു കുഴപ്പമുണ്ട് ഇവൾക്ക്. അത് മാറിക്കൊള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി. ഒരു വടിയും വെട്ടിക്കൊണ്ട് ഞാനിങ്ങ് വരാം. അല്ലാതെ കൈക്ക് തല്ലാൻ മാത്രമൊന്നും ഇല്ല ഇത്. നോക്ക്, തല്ലുകൊള്ളിത്തരം പറഞ്ഞിട്ടാ ഒരു അടി വെച്ച് നിന്നത്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്. വടാ. വേദനിച്ചോ മോളെ? വേദനിച്ചു. ഈ വേദനയുടെ ബാക്കി അനുഭവിക്കാൻ പോകുന്നത് അവളാ, കൃഷ്ണവേണി. എന്നെ തല്ലാൻ ആളെ പറഞ്ഞു വിട്ട അവക്ക് കഷ്ടകാലവേണി.